നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം മെയ് 2 തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം മെയ് 1 വെള്ളിയാഴ്ച നടക്കും. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ തൊടുപുഴയിൽ പോസ്റ്ററുകൾ. അംബേദ്കറിന്റെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്നുവെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 135ാം അംബേദ്കർ ജന്മജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീപികയുടെ ശതോത്തര റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ DFC യൂണിറ്റുകളിൽ പതാക ദിനം ആചരിച്ചു. മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളിയിൽ റവറന്റ് ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ഭാരവാഹികൾക്ക് പതാക കൈമാറി. വാർത്തകൾ വിശദമായി. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം മെയ് 2 തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. 5 പതിറ്റാണ്ടിലേറെ നിയമസഭാ സാമാജികനായി തുടരുന്ന PJ ജോസഫ് MLA ചടങ്ങിൽ ആദരിക്കും. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് MK ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരിക്കും. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം മെയ് 2 തൊടുപുഴ ഉത്രം റെസിഡൻസി ഹാളിൽ നടക്കും. കേരളത്തിൽ ഗവൺമെന്റ് അംഗീകാരമുള്ള ടാക്സ് പ്രാക്ടീഷണർമാരുടെ ട്രേഡ് യൂണിയൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഏക സംഘടനയാണ് KTPA. മെയ് 2 രാവിലെ 9:45 പതാക ഉയർത്തും. തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് NK ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. 5 പതിറ്റാണ്ടിലേറെ നിയമസഭാ സാമാജികനായി തുടരുന്ന തൊടുപുഴ MLA PJ ജോസഫിനെ ചടങ്ങിൽ ആദരിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നിൽ, SGST ജോയിന്റ് കമ്മീഷണർ ബിന്ദു K, CGST അസിസ്റ്റന്റ് കമ്മീഷണർ ജോയ് ജോസഫ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ബിജു സെബാസ്റ്റ്യൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് TC രാജു തരണിയിൽ, മുനിസിപ്പൽ കൗൺസിലർ സഫിയ ജബ്ബാർ തുടങ്ങിയവർ ആശംസകൾ നേരും. സംഘടനയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. 2/5/2026 തൊടുപുഴ ഉത്തരം റെസിഡൻസിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഏറ്റവും ബഹുമാനായ നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനപ്പെട്ട ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ആശംസ അർപ്പിച്ചുകൊണ്ട് ബഹുമാനായ തൊടുപുഴ MLA PJ ജോസഫ് അവരുടെ സംസാരിക്കുന്നതാണ്. 55 വർഷത്തിലേറെയായി തൊടുപുഴയുടെ MLA ആയിട്ട് ഇരിക്കുന്ന PJ ജോസഫ് അവരുടെ സംഘടന ആദരിക്കുന്നതായിരിക്കും ഈ ചടങ്ങിൽ വെച്ച്. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീറ ജലീൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സണ്ണി പൈമ്പള്ളി, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി ശ്രീ സാജൻ കുന്നൽ, SGST ജോയിന്റ് കമ്മീഷണർ ശ്രീമതി ബിന്ദു K, CGST അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ജോയ് ജോസഫ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ശ്രീ ബിജു സെബാസ്റ്റ്യൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ രാജു തരണി, മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി സാഫിയ ജബ്ബാർ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതായിരിക്കും. കേരളത്തിലെ അംഗീകാരമുള്ള ടാക്സ് പ്രാക്ടീഷണർമാരുടെ ട്രേഡ് യൂണിയൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഏക സംഘടനയാണ് കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു വർഷക്കാലം സംഘടന ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിനിധി സമ്മേളനമാണ് നടക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി ഏകദേശം 250ഓളം പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NK ശിവൻകുട്ടി, ജനറൽ സെക്രട്ടറി KP ഹരീഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ പോറ്റി,
സംഘാടക സമിതി ഭാരവാഹികളായ PS മുരളീധരൻ പിള്ള, മുഹമ്മദ് റാഫി, ജോളി ജോൺ, സുനീർ ഇബ്രാഹിം, ജയകൃഷ്ണൻ CB, ജെയ്സൺ ജോയ്, റിയാദ് അസീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മംഗളദേവി ചിത്ര പൗർണമി ഉത്സവം മെയ് 1 വെള്ളിയാഴ്ച നടക്കും. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി. പെരിയാർ കടുവ സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്ന ഭക്തർക്ക് രാവിലെ 6 മണി മുതൽ പ്രവേശനം അനുവദിക്കും. ഉച്ചയ്ക്ക് 2:30 ശേഷം വനത്തിനുള്ളിലേക്ക് കടത്തിവിടില്ല. ദർശനം കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയോടെ എല്ലാ ഭക്തരും വനമേഖലയിൽ നിന്ന് തിരിച്ചിറങ്ങേണ്ടതാണ്. രാത്രി വനത്തിനുള്ളിൽ തങ്ങാൻ ആരെയും അനുവദിക്കില്ല. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം മെയ് 1 കുമളി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഭക്തജനങ്ങളുടെ സൗകര്യത്തിനായി താൽക്കാലിക പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ട്രിപ്പ് ജീപ്പുകളുടെ സർവീസ് ആരംഭിക്കുക. കുമളി ബസ് സ്റ്റാൻഡിൽ നിന്നും പോകുന്ന ട്രിപ്പ് ജീപ്പുകൾക്ക് രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1:45 വരെ പ്രവേശനം അനുവദിക്കും. ഇരുചക്ര വാഹനങ്ങൾക്കും ട്രാക്ടറുകൾക്കും കർശന നിരോധനമുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ വാഹനങ്ങൾ പ്രവേശിക്കണം. ട്രിപ്പ് ജീപ്പുകൾക്ക് പാസ് അനുവദിക്കുന്നതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കുമായി 29 കുമളി ബസ് സ്റ്റാൻഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കൗണ്ടറുകൾ പ്രവർത്തിക്കും. ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് 200 രൂപയാണ് ട്രിപ്പ് ജീപ്പുകൾക്ക് വാടക നിശ്ചയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ശേഷം വനത്തിനുള്ളിലേക്ക് കടത്തിവിടില്ല. ദർശനം കഴിഞ്ഞ വൈകിട്ട് 5 എല്ലാ ഭക്തരും വനമേഖലയിൽ നിന്നും തിരിച്ചിറങ്ങണം. ഇത്തവണ പ്രവേശനത്തിനും തിരിച്ചുമിറങ്ങുന്ന പാതകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ എക്സിറ്റ് പോയിന്റിലൂടെയാകും ഇത്തവണ പ്രവേശനം. തിരക്ക് ഒഴിവാക്കാൻ ക്യൂ ഏർപ്പെടുത്തും. പാദരക്ഷകൾ സൂക്ഷിക്കുന്നതിന് ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേക സൗകര്യമുണ്ടാകും. ഭക്ഷണത്തിനും കുടിവെള്ള വിതരണത്തിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യസഹായത്തിന് ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മെഡിക്കൽ സംഘത്തിന്റെ സേവനം ലഭ്യമാണ്. ശുചിമുറികളും സജ്ജീകരിക്കും. വനത്തിലും ക്ഷേത്ര പരിസരത്തും ഏതെങ്കിലും തരത്തിലുള്ള നൃത്തരൂപങ്ങളോ തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള പ്രചാരണ സാമഗ്രികളുടെ വിതരണമോ പ്രദർശനമോ പാടില്ല. വൈദ്യുതി തൂണുമായി ഹൈറേഞ്ചിന് പോയി തിരികെ വന്ന വലിയ ലോറി കമ്പകക്കാനം വളവിൽ റോഡിന് കുറുകെ വിലങ്ങി. ഇതോടെ അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വണ്ണപ്പുറത്തു നിന്ന് എത്തിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലോറി വലിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വൈദ്യുതി തൂണുമായി ഹൈറേഞ്ചിന് പോയി തിരികെ വന്ന വലിയ ലോറി കമ്പകക്കാനം വളവിൽ റോഡിന് കുറുകെ വിലങ്ങി. വ്യാഴാഴ്ച രാവിലെ 11:30 സംഭവം. വണ്ണപ്പുറം ചേലച്ചോട് റോഡിൽ കമ്പകക്കാനം 2ാം വളവിലാണ് അപകടമുണ്ടായത്. അരമണിക്കൂറോളം ഇതുവഴി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇതോടെ റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. പിന്നീട് വണ്ണപ്പുറത്തു നിന്നെത്തിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലോറി വലിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വാഹനം തിരിച്ചുവിടാൻ ബ്ലാത്തിക്കവലയ്ക്കും മുണ്ടൻമുടി അച്ചൻ കവലയ്ക്കും ഇടയിൽ സമാന്തര റോഡില്ലാത്തതിനാൽ മണിക്കൂറുകൾ റോഡിൽ വാഹനങ്ങൾ കുടുങ്ങി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ തൊടുപുഴയിൽ പോസ്റ്ററുകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലിയുടെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. PR വർക്സിന്റെ ബലത്തിൽ രമേശ് ജിയെ പോലെയുള്ള സീനിയർ നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശിന്റെ വ്യാമോഹം വിലപ്പോകില്ലെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. അംബേദ്കറിന്റെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്നുവെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 135ാം അംബേദ്കർ ജന്മജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രാജ്യം ഭരണഘടനാപരമായി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അംബേദ്കറുടെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്നതായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. അംബേദ്കറുടെ ആശയങ്ങളിൽ ഊന്നി വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ദളിത് സമൂഹത്തിന് മുൻപോട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 135ാമത് അംബേദ്കർ ജന്മജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഇല്ലെങ്കിൽ ഈ രാജ്യമില്ല എന്നുള്ളതാണ്. എന്താണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമായ രാജ്യം, മതേതരത്വത്തെ ഉൾക്കൊള്ളുന്നു, മതേതരത്വത്തെ മുറുകെ പിടിക്കുന്നു, ബഹുസ്വരതയെ മുറുകെ പിടിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യകാരണങ്ങൾ നമുക്ക് നമ്മുടെ നാടിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ആ സവിശേഷപരമായ സാഹചര്യങ്ങളെയും ഇന്ത്യയുടെ എല്ലാ തരത്തിലുമുള്ള പ്രത്യേകതകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ലിഖിതമായ ഒരു ഭരണഘടന ലോകത്തിൽ ഒരു ശക്തിക്കും എത്തിനോക്കാൻ പറ്റാവുന്ന വിധത്തിൽ അപ്പുറത്ത് നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന വിധത്തിൽ ഈ രാജ്യത്ത് ജന്മമെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അവരുടെ അവകാശാധികാരങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഭരണഘടന, അത് യാഥാർത്ഥ്യമായി എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ നാഷണൽ ടീ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് TK തുളസീധരൻ പിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KN മോഹനൻ,
സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ജോസഫ്, സംസ്ഥാന ട്രഷറർ CO ബൈജു, ജോമോൻ, രമണി ശശികുമാർ, ബിന്ദു, ഗ്രേസ് മരിയ, വിലാസിനി അനിൽ, NK സെൽവി, S രാജൻ, K ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന്റെ മുന്നോടിയായി നഗരത്തിൽ ആയിരങ്ങൾ അണിനിരന്ന ഘോഷയാത്രയും നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ബിൽ അട്ടിമറിക്കെതിരെ ധർണയും സമ്മേളനവും നടന്നു. BJP സംസ്ഥാന എക്കണോമിക്സ് കൺവീനർ വിനിത ഹരിഹരൻ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് വത്സ ബോസ്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കലൈവാണി അയ്യപ്പൻ, BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരി, BJP മണ്ഡലം സെക്രട്ടറി ബിന്ദു വിക്രമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഏഴല്ലൂർ ശ്രീ നരസിംഹസ്വാമി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി കാവനാട്ട് മന ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി മോഹനൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ പ്രഭാഷണം, പ്രസാദകൂട്ട്, താലപ്പൊലി, ഘോഷയാത്ര എന്നിവ ഉണ്ടായിരിക്കും. ഏഴല്ലൂർ ശ്രീ നരസിംഹസ്വാമി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി മഹോത്സവത്തോടനുബന്ധിച്ച് കുച്ചപ്പുടി, മഹാകാളി ചരിതം, നൃത്തം, കൈകൊട്ടിക്കളി എന്നിവ നടന്നു. കലാപരിപാടികൾ ആസ്വദിക്കുവാൻ നിരവധി വ്യക്തികളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ദീപികയുടെ ശതോത്തര റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ DFC യൂണിറ്റുകളിൽ പതാക ദിനം ആചരിച്ചു. മൂവാറ്റുപുഴ ഹോളിമാഗി ഭ്രോവന പള്ളിയിൽ റവറൻ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ഭാരവാഹികൾക്ക് പതാക കൈമാറി. DFC രൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുത്തംകുളം സന്ദേശം നൽകി. ദീപികയുടെ ശതോത്തര റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ DFC യൂണിറ്റുകളിൽ പതാക ദിനം ആചരിച്ചു.
മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളിയിൽ വികാരി ഫാദർ മാനുവൽ പിച്ചിലക്കാട്ട് ഭാരവാഹികൾക്ക് പതാക കൈമാറി. DFC രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം സന്ദേശം നൽകി. സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ജോയി നടുക്കുടി, രൂപത പ്രസിഡന്റ് ഡിഗോൾ കെ ജോർജ്, ഫൊറോന പ്രസിഡന്റ് ജേക്കബ് തോമസ്, വൈസ് പ്രസിഡന്റ് ലൂസി ബേബി, ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഫൊറോന പ്രസിഡന്റ് സിബി കെ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. കോടിക്കുളം പാടശേഖര സമിതിയുടെ വാർഷിക പൊതുയോഗവും നെൽകർഷക സംഗമവും കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ യോഗം ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് KK തോമസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കോടിക്കുളം പാടശേഖര സമിതിയുടെ വാർഷിക പൊതുയോഗവും നെൽകർഷക സംഗമവും നടത്തി. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് യോഗം നടത്തിയത്. പാടശേഖര സമിതി പ്രസിഡന്റ് KK തോമസ് അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ നിർവഹിച്ചു. പൊതുയോഗത്തിന് ശേഷം നടന്ന നെൽകർഷക സംഗമത്തിൽ മികച്ച വിളവിന് ശാസ്ത്രീയ നെൽകൃഷി എന്ന വിഷയത്തിൽ റിട്ടയർഡ് കൃഷി ഓഫീസർ അജിമോൻ K കുന്നുംപുറത്ത് പ്രഭാഷണം നടത്തി. പാടശേഖരത്തിൽപ്പെട്ട മേവള്ളി പാടത്ത് 2025 വർഷത്തെ 2ാം സീസൺ നെൽകൃഷി കൂട്ടുകൃഷി മാതൃകയിൽ പാടശേഖരത്തിലെ 50ലധികം കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ട് 45 ഏക്കർ പാടത്ത് മുഴുവനായും ഒരേ ഇനം വിത്ത് നടുവാൻ കഴിഞ്ഞതിന്റെ ഫലമായി മികച്ച വിളവാണ് ഈ വർഷം ലഭിച്ചതെന്നും കർഷകരുടെ സ്വന്തം ആവശ്യത്തിന് മാറ്റിവെച്ച ശേഷവും 45 ടണ്ണിലധികം നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി വിൽപ്പന നടത്തുവാൻ കഴിഞ്ഞുവെന്നും വരുന്ന 2026 2ാം സീസണിലും കൂട്ടുകൃഷി മാതൃകയിൽ കൃഷിയിറക്കുവാനുള്ള തീരുമാനം കർഷകർ എടുത്തിട്ടുള്ളതായും പാടശേഖര സമിതി സെക്രട്ടറി ടോമി ജേക്കബ് പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അന്നമൂട്ടുന്ന അല്ലെങ്കിൽ അവരെ തീറ്റിപ്പോറ്റുന്ന കർഷകർ തൊഴിലാളികൾ അല്ലെങ്കിൽ കാർഷിക മേഖലയെ നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ മുൻഗണനാ പട്ടികയിലല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെർലി റോബി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോസ് തോമസ്, ഹബീബ് VA എന്നിവരും പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പാടശേഖരത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിച്ച് വിൽപ്പന നടത്തിയ കർഷക തങ്കമ്മ കുഞ്ഞിനെ പൊതുയോഗത്തിൽ ആദരിച്ചു. പാടശേഖരത്തിന് ഇളദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ടില്ലറിന്റെ ഉഴവ് ഉദ്ഘാടനവും കർഷക സംഗമത്തിൽ നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഗീതാമണി VC കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞവും തിരുവുത്സവവും മെയ് 1 മുതൽ 10 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1 വൈകുന്നേരം 4:30 സപ്താഹ വിളംബര വിഗ്രഹ ഘോഷയാത്ര ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് യജ്ഞശാലയിൽ സമാപിക്കും. തുടർന്ന് വാഴൂർ തീർത്ഥപാദ ആശ്രമ സെക്രട്ടറി ഗരുഡധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികൾ യജ്ഞം ഉദ്ഘാടനം ചെയ്യും. നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും തിരുവുത്സവവും മെയ് 1 മുതൽ 10 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1 വൈകുന്നേരം 4:30 സപ്താഹ വിളംബര വിഗ്രഹ ഘോഷയാത്ര ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ആരംഭിച്ച് യജ്ഞശാലയിൽ സമാപിക്കും. തുടർന്ന് വാഴൂർ തീർത്ഥപാദ ആശ്രമ സെക്രട്ടറി ഗരുഡധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികൾ യജ്ഞം ഉദ്ഘാടനം ചെയ്യും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞവും മെയ് മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നടത്തപ്പെടുകയാണ്. 1-ാം തീയതി വൈകുന്നേരം 4:30 ശ്രീ ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ വിളംബര ഘോഷയാത്ര ആരംഭിക്കും. അവിടെ നിന്നും ആരംഭിച്ച് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ യജ്ഞ ഉദ്ഘാടന സഭ അവിടെ സമാരംഭിക്കുകയും ചെയ്യും. ഭാഗവത ചൂടാമണി ഡോക്ടർ പള്ളിക്കൽ സുനിൽ യജ്ഞത്തിന് കാർമ്മികത്വം വഹിക്കും. വിവിധ യജ്ഞ ദിവസങ്ങളിൽ വിവിധ പൂജകളും പാരായണവും പ്രഭാഷണങ്ങളും ഉണ്ണിയൂട്ട്, രുക്മിണി സ്വയംവരം എന്നിവയും നടക്കും. മെയ് 5 വൈകുന്നേരം 7 തിരുവുത്സവത്തിന് കൊടിയേറും. വിവിധ ദിവസങ്ങളിലായി പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. 8 രാത്രി 9 നൃത്താർച്ചന, തിരുവാതിര എന്നിവയും 9 വൈകുന്നേരം 7 ത്രയംബകം ഭജൻസിന്റെ രാഗധാര എന്നിവയും 10 രാത്രി 8:30 നൃത്യങ്ങളും നടക്കും. 9-ാം തീയതി ഉത്സവ ബലി നടക്കും. 10-ാം തീയതി വൈകുന്നേരം 5:30 ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് ഘോഷയാത്ര ആരംഭിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മെയ് 1 മുതൽ 10 വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ MS മഹേശ്വരൻ, OK സജയകുമാർ, PK പുഷ്പരാജ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം മെയ് 2 തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം മെയ് 1 വെള്ളിയാഴ്ച നടക്കും. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ തൊടുപുഴയിൽ പോസ്റ്ററുകൾ. അംബേദ്കറിന്റെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്നുവെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 135ാം അംബേദ്കർ ജന്മജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീപികയുടെ ശതോത്തര റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ DFC യൂണിറ്റുകളിൽ പതാക ദിനം ആചരിച്ചു. മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളിയിൽ റവറന്റ് ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ഭാരവാഹികൾക്ക് പതാക കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.